അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും വോട്ട് ചെയ്തില്ലേ? രാവിലെ തന്നെ വന്നു വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു. വോട്ട് ചെയ്യണം. ചില ആളുകൾക്കൊക്കെ ദുർവാശിയുണ്ട്, വോട്ട് ചെയ്യൂല. ഞാനിപ്പോൾ ഒരാൾ വോട്ട് ചെയ്താൽ എന്താ, വോട്ട് ചെയ്തില്ലെങ്കിൽ എന്താ എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഒരു അനിസ്ലാമിക ഭരണാധികാരികൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യില്ല, വോട്ട് ചെയ്യില്ല, രാജ്യത്തിന് വേണ്ടി വോട്ട് ചെയ്യില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അത്തരം ദുർവാശികളൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രാജാവ് ഉണ്ടായിരുന്നു ഹബ്ഷയിൽ, അബ്സീനയിൽ, കേട്ടിട്ടുണ്ടാവും. നജ്ജാഷി എന്നാണ് പേര്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞതിൻ്റെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പീഡന പ്രയാസങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചപ്പോൾ, ആ സമയത്ത് ഹിജറ പോകുന്നതിന് വേണ്ടി, ഹബ്ഷയിലേക്ക് പോകുന്നതിന് വേണ്ടി സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിച്ചപ്പോൾ അനുവാദം കൊടുക്കുകയുണ്ടായി. അങ്ങനെ കുറച്ച് ആളുകൾ പോവുകയാണ് സ്വഹാബിമാരുടെ കൂട്ടത്തിൽ നിന്ന്, റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അവർ പോയി, അവർ ഹബ്ഷയിൽ ജീവിക്കുകയാണ്. അവിടുത്തെ രാജാവ് നജ്ജാഷി രാജാവാണ്. നജ്ജാഷി രാജാവ് മുസ്ലിം ആയിരുന്നില്ല. അങ്ങനെ മക്കയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ വിശ്വാസത്തെയും ഞങ്ങളുടെ മതത്തെയും ഞങ്ങളുടെ ആളുകളെയും പൂർവികരെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്, അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞു. അങ്ങനെ ജഅഫർ റളിയല്ലാഹു അൻഹുമായിട്ട് നജ്ജാഷി രാജാവ് സംസാരിക്കുകയാണ്. ആ സമയത്ത് ഇസ്ലാമിനെ ജഅഫർ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയിട്ട് പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ ആദ്യ വചനങ്ങൾ ഓതിക്കൊടുത്തു. കാഫ് ഹാ യാ ഐൻ സാദ് തുടങ്ങുന്ന ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ച് ചോദിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ പരിചയപ്പെടുത്തി കൊടുത്ത് അവസാനമുണ്ടായത് നജ്ജാഷി രാജാവ് ഇസ്ലാം മതം സ്വീകരിക്കുന്ന അവസ്ഥയാണ്. ഒരു ഈമാനിൻ്റെ കത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുത്തു, അല്ലേ? നജ്ജാഷി രാജാവ് മരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്ത ഫള്, അദ്ദേഹത്തിൻ്റെ മരണവാർത്ത നമ്മളെപ്പോലെ മൊബൈൽ ഫോണുകൾ, സോഷ്യൽ മീഡിയകൾ, ഫേസ്ബുക്കുകൾ, വാട്സപ്പുകൾ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ 1400 വർഷങ്ങൾക്കും 500 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളാണ്. അറിയണമല്ലോ, നജ്ജാഷി രാജാവിൻ്റെ മയ്യത്താരികളൊക്കെ നിസ്കരിക്കണമല്ലോ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അദ്ദേഹം മരിച്ച വിവരം അറിയിച്ചു കൊടുക്കുന്നത്. അങ്ങനെ മറഞ്ഞൊരു മയ്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുകയുണ്ടായി. എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞെന്നറിയുമോ? പീഡനങ്ങൾക്കെതിരായ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കുറച്ചപ്പുറത്ത് ഒരു രാജാവുണ്ട്, നല്ല രാജാവാണ്, മുസ്ലിം ഒന്നല്ല, പക്ഷേ തൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരാളോടും അനീതി കാണിക്കാത്ത, അക്രമം കാണിക്കാത്ത ഒരു ഭരണാധികാരി. അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ആലോചിക്കേണ്ടത് മുസ്ലിങ്ങളായ നമ്മളെല്ലാം നമ്മുടെ ഭരണകൂടം ഇസ്ലാമല്ല, മുസ്ലിങ്ങളല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, രാജ്യത്തെ സ്നേഹിക്കാതിരിക്കുകയോ വോട്ട് ചെയ്യാതിരിക്കുകയോ ഒന്നും വേണ്ടതില്ല. വോട്ട് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം.